ചില സ്ത്രീകളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അവരോടൊരു വാക്കുപോലും സംസാരിക്കണമെന്നില്ല. പക്ഷേ അവരുടെ മുഖം തന്നെ അവരുടെ ജീവിതം നമ്മളോട് പറഞ്ഞു തരും. വാടിത്തളർന്നൊരു മുഖമായിരിക്കും അവരുടേത്. കണ്ണുകൾക്ക് താഴെ ഇരുണ്ട നിഴൽ വീണിട്ടുണ്ടാകും. കവളുകളിലും നെറ്റിയിലും ആഴത്തിൽ ചുളിവുകൾ വീണിട്ടുണ്ടാകും. അത് വെറും പ്രായത്തിൻ്റെ അടയാളങ്ങളല്ല, അതവർ ജീവിച്ച ജീവിതത്തിൻ്റെ അടയാളങ്ങളാണ്. ഞാനിങ്ങനെ ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ചിലർ 30 വയസ്സ് മാത്രമായിരിക്കെ 50-ലെത്തിയതുപോലെ തോന്നും. ചിലർ 40-കളിലായിരിക്കെ 60-ൻ്റെ ക്ഷീണം മുഖത്ത് വഹിക്കുന്നവരായിരിക്കും. പിന്നീട് അവരോട് കുറച്ച് സമയം സംസാരിച്ചാൽ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകും ചില മനുഷ്യരാൽ വാർദ്ധക്യം ബാധിച്ച സ്ത്രീകളാണ് അവരെന്ന്. ചില മനുഷ്യരാൽ ചുളിവുകൾ വീണ സ്ത്രീകളാണ് അവരെന്ന്. ചില മനുഷ്യരാൽ തകർന്നുപോയ ജീവിതമാണ് അവരുടേതെന്ന്. പ്രായം കൊണ്ടല്ല, ബന്ധങ്ങൾ കൊണ്ട് വീണ ചുളിവുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, ചില സ്ത്രീകളുടെ മുഖത്ത് ചുളിവുകൾ വരുന്നത് അതവരുടെ പ്രായം കൊണ്ടല്ല, ബന്ധങ്ങൾ കൊണ്ടാണ്. അത് അവരുടെ മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്നും അതവരുടെ സൗന്ദര്യത്തെയും മുഖത്തെയും എങ്ങനെ മാറ്റുന്നു എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചുളിവുകൾ മുഖത്ത് വീഴുന്നത് പ്രായം കൊണ്ടാണ്. പക്ഷേ ചില ബന്ധങ്ങൾ ആ പ്രായത്തെ വേഗത്തിലാക്കാറുണ്ട്. ഒരു സ്ത്രീയുടെ മനസ്സ് ഒരുപാട് സമ്മർദ്ദങ്ങൾ സഹിക്കുമ്പോൾ അതവളുടെ ഉള്ളിൽ മാത്രം നിൽക്കില്ല, അത് വളരെ മൃദുവായി അവളുടെ ശരീരത്തിലേക്ക് ഒഴുകിയെത്തും. പറയാതെ അടക്കി വെച്ച വേദനകൾ, മിണ്ടാതെ സഹിച്ച നിമിഷങ്ങൾ, ഒരാളും മനസ്സിലാക്കാതെ കടന്നുപോയ ദിവസങ്ങൾ, ഇവയെല്ലാം ഒരു ദിവസം കണ്ണിന് താഴെ കറുപ്പായി പതിയും. മറ്റൊരു ദിവസം അത് കവിളുകളിൽ ചുളിവുകളായി മാറും. അങ്ങനെ കാലം മാത്രമല്ല, ജീവിതം തന്നെയാണ് ഒരു സ്ത്രീയുടെ മുഖത്ത് തൻ്റെ അടയാളങ്ങൾ പതിപ്പിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ബഹുമാനമില്ലാത്ത ബന്ധങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകളാണ്. ഒരു സ്ത്രീക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്നേഹം മാത്രമല്ല, ബഹുമാനമാണ്. പക്ഷേ ഒരുപാട് വീടുകളിൽ അവൾ ഒരു മനുഷ്യനെന്ന നിലയിൽ പോലും പരിഗണിക്കപ്പെടാറില്ല. അവൾ പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ടാകാറില്ല. അവളുടെ അഭിപ്രായങ്ങൾ കേൾക്കപ്പെടാറില്ല. അവൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും ആരും പരിഗണിക്കാത്ത അവസ്ഥ. ഇങ്ങനെ പതിയെ ഓരോ ദിവസം മുൻപോട്ട് പോകുമ്പോൾ അവൾക്ക് തൻ്റെ ശബ്ദം തന്നെ നഷ്ടപ്പെടാൻ തുടങ്ങും. ഞാൻ പറയുന്നത് വേണ്ട എന്ന് സ്വയം തോന്നി അതവൾ അടക്കി പിടിക്കും. എന്നെ ആരും കേൾക്കുന്നില്ല എന്നൊരു വിശ്വാസം അവളുടെ ഉള്ളിൽ വരും. അവിടെ നിന്ന് അവൾ മിണ്ടാതെയാകും. പക്ഷേ ആ നിശബ്ദത അവളുടെ മനസ്സ് തകർക്കുന്ന ഒരു വലിയ ഭാരമായിരിക്കും. ഒരാൾ പോലും നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് നിർത്താത്തപ്പോൾ അവളെല്ലാം ഒറ്റയ്ക്ക് സഹിക്കാൻ പഠിക്കും. ആ ഒറ്റപ്പെടലും ആ അവഗണനയും മൃദുവായി അവളുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കും. അവിടെ നിന്നാണ് ആ ക്ഷീണം ഒരു ദിവസം അവളുടെ മുഖത്ത് പ്രതിഫലിക്കാൻ തുടങ്ങുന്നത്. കണ്ണുകളിൽ ഒരു വെളിച്ചം കുറയും, മുഖത്ത് ഒരു തളർച്ച പതിയും. അത് പ്രായം കൊണ്ടല്ല, ബഹുമാനം കിട്ടാത്ത ജീവിതം കൊണ്ടാണ്. ഇത്തരമൊരു ജീവിതത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരേണ്ട സമയമായിട്ടുണ്ട്. ഇത് ഒരു ബന്ധത്തെക്കുറിച്ച് മാത്രം പറയുന്നതല്ല, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, നിങ്ങൾ ജീവിക്കുന്ന ഏത് ബന്ധമായാലും, അത് കുടുംബമാകട്ടെ, സൗഹൃദമാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാകട്ടെ, നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കാത്ത, നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാത്ത, നിങ്ങളെ ചെറുതാക്കി കാണുന്ന ഏതൊരു ബന്ധവും നിങ്ങളെ തകർക്കുന്ന ബന്ധമാണ്. അതിനാൽ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് കുറഞ്ഞത് നിങ്ങളുടെ മനസ്സെങ്കിലും അകലാൻ പഠിക്കണം. കാരണം നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ അഭിമാനവും ഒരു ബന്ധത്തിന് വേണ്ടിയും നഷ്ടപ്പെടുത്തേണ്ടതല്ല. അടുത്തത്, സമാധാനമില്ലാത്ത ബന്ധങ്ങൾ. ഒരു വീട്ടിൽ എല്ലാം ഉണ്ടാകും, പക്ഷേ സമാധാനമില്ലെങ്കിൽ ആ വീടൊരു സ്ത്രീക്ക് അഭയമല്ല, ഒരു ഭാരമാണ്. ചില സ്ത്രീകൾക്ക് ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു ഭയത്തോടെ ആയിരിക്കും. ഇന്നെന്താകും സംഭവിക്കുക, ഇന്ന് എന്തിനാണ് വഴക്കുണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരുതരം ആശങ്കയോടെ അവർ ഓരോ ദിവസവും കടന്നു പോകും. ഒരിക്കലും സ്ഥിരതയില്ലാത്ത ഒരു അന്തരീക്ഷം, ഒരിക്കൽ സ്നേഹം, മറ്റൊരു നിമിഷം വേദന. ഇത്തരം അൺപ്രഡിക്റ്റബിളായ ബന്ധങ്ങൾ ഒരു സ്ത്രീയുടെ മനസ്സ് ഒരിക്കലും വിശ്രമിക്കാൻ അനുവദിക്കില്ല. അവൾ ചിരിക്കുമ്പോഴും അവളുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാകും.
അവൾ ഉറങ്ങുമ്പോഴും അവളുടെ മനസ്സ് ശാന്തമാകില്ല. അങ്ങനെ ശരീരം പോലും അറിയാതെ അവൾ എല്ലായ്പ്പോഴും സ്ട്രെസ് മോഡിൽ തന്നെ ജീവിക്കും. ആ സ്ട്രെസ്സ് പതിയെ പതിയെ അവളുടെ മുഖത്ത് പതിയാൻ തുടങ്ങും. കണ്ണുകളുടെ തിളക്കം കുറയും, മുഖത്തിൻ്റെ ശാന്തത നഷ്ടപ്പെടും. അത് പ്രായം കൊണ്ടല്ല, സമാധാനമില്ലാത്ത ജീവിതം കൊണ്ടാണ്. നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെയുള്ള ഭാരം അനുഭവിക്കുന്ന സ്ത്രീകൾ ഒരു വാക്കുപോലും പറയാതെ അവരുടെ മുഖം തന്നെ അവരുടെ കഥ നമ്മളോട് പറയാൻ തുടങ്ങും. ഇനി അടുത്തത് സംസാരിക്കാൻ പോലും കഴിയാത്ത ബന്ധങ്ങളാണ്. ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ വേദന എന്താണെന്നറിയാമോ? അവൾക്ക് പറയാനുള്ളത് ഒരുപാടുണ്ടാകുമ്പോൾ അത് കേൾക്കാൻ ഒരാളുമില്ലാതാകുന്ന അവസ്ഥ. ചില ബന്ധങ്ങളിൽ അവൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവളുടെ വാക്കുകൾ മുറിക്കപ്പെടും. അതൊന്നും വലിയ കാര്യമല്ല, നീ ഓവർ തിങ്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവളുടെ വേദന ചെറുതാക്കപ്പെടും. പതിയെ പതിയെ അവൾ സംസാരിക്കുന്നത് തന്നെ നിർത്തും. പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നുറപ്പായാൽ മനസ്സടച്ചു വെക്കാൻ അവൾ പഠിക്കും. അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ എല്ലാം സാധാരണ ജീവിതം പോലെ തോന്നും. പക്ഷേ ഉള്ളിൽ പറയാതെ അടക്കി വെച്ച വേദനകൾ നിറഞ്ഞ ഒരു ലോകം അവൾക്കുണ്ടാകും. ആരും കേൾക്കാത്ത വാക്കുകൾ, ആരും മനസ്സിലാക്കാത്ത വികാരങ്ങൾ. അങ്ങനെ ഒരു സ്ത്രീയുടെ ശബ്ദം നിശബ്ദമാകുമ്പോൾ അത് അവളുടെ മുഖത്തും പതിയാൻ തുടങ്ങും. അത് കണ്ണുകളിൽ ശൂന്യതയായും മുഖത്ത് ഒരു ക്ഷീണമായും കവിളുകളിൽ ആഴമേറിയ വരകളായും അത് മാറ്റപ്പെടും. അത് പ്രായം കൊണ്ടല്ല, പറയാൻ പോലും കഴിയാത്ത വേദന കൊണ്ടാണ്. മറ്റൊരു കാരണമെന്ന് പറയുന്നത് എപ്പോഴും വിട്ടുകൊടുക്കേണ്ടി വരുന്ന ബന്ധങ്ങളാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങൾ ഉണ്ടാകും. അവൾ എപ്പോഴും ശരിയെന്ന് പറയേണ്ടി വരുന്ന ബന്ധങ്ങൾ. അവൾക്ക് ഇഷ്ടമുള്ളത്, അവൾക്ക് വേണ്ടത്, അവൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം പതിയെ അവൾ വിട്ടുകൊടുക്കാൻ പഠിക്കും. ആദ്യം ചെറിയ കാര്യങ്ങൾ, പിന്നീട് വലിയ കാര്യങ്ങൾ. അങ്ങനെ ഒരു ദിവസം അവൾ തന്നെ അവളെ നഷ്ടപ്പെടുത്തും. ഇത് വേണ്ട, അവർക്കായി വിട്ടുകൊടുക്കാം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൾ സ്വന്തം ജീവിതം പോലും പിന്നിലേക്ക് മാറ്റും. പക്ഷേ ആർക്കൊക്കെയോ വേണ്ടി വിട്ടുകൊടുത്ത ആ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ദിവസം വലിയ ശൂന്യതയായി തിരികെ വരും. അവൾ ചിരിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടാകും. എനിക്കായി ഞാൻ എന്താണ് ചെയ്തത്? എനിക്കായി ഞാൻ എന്താണ് മാറ്റിവെച്ചത്? അങ്ങനെ തന്നെ തന്നെ മറന്ന് ജീവിക്കുന്ന ഒരു സ്ത്രീ ഉള്ളിൻ്റെ ഉള്ളിൽ പതിയെ തളരാൻ തുടങ്ങും. ആ തളർച്ച അവളുടെ മനസ്സിൽ മാത്രം നിൽക്കില്ല. ഒരു ദിവസം അവളുടെ കണ്ണുകളിലേക്കും അവളുടെ മുഖത്തേക്കും പടർന്നിറങ്ങി അവൾക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ മുഖത്ത് ചുളിവുകളായി തിരികെ വരും. അത് പ്രായം കൊണ്ടല്ല, എപ്പോഴും വിട്ടുകൊടുത്ത ജീവിതം കൊണ്ടാണ്. അതിനാൽ എപ്പോഴും നിങ്ങളെ മാത്രം നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന ബന്ധങ്ങളിൽ നിന്ന് കുറഞ്ഞത് നിങ്ങളായി സംരക്ഷിക്കാൻ പഠിക്കണം. കാരണം നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടാൽ ഒരാളും നിങ്ങളെ തിരികെ കണ്ടെത്തി തരില്ല. ഇനി അടുത്തത് വിലമതിക്കപ്പെടാത്ത ബന്ധങ്ങളാണ്. ഒരു സ്ത്രീ എത്ര കാര്യങ്ങൾ തന്നെ ചെയ്താലും അതാരും കാണാതെ പോകുന്ന ജീവിതങ്ങളുണ്ടാകും. അവൾ എന്ത് തന്നെ കാര്യങ്ങൾ വീടിന് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാലും ഒന്നും വിലമതിക്കപ്പെടാതെ പോകും. അവൾ അവളുടെ പ്രിയപ്പെട്ടവർക്കായി തൻ്റെ സമയം കൊടുക്കും, അവൾ തൻ്റെ എനർജി കൊടുക്കും, ആരോഗ്യം കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷേ ഒരു നല്ല വാക്കിൻ്റെ കരുതൽ പോലും അവൾക്ക് തിരികെ കിട്ടാതെ പോകും. പതിയെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിലയില്ല എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ വളരും. അവൾക്ക് അവൾ തന്നെ ചെറുതായി തോന്നാൻ തുടങ്ങും. ആ ഒരു സെൽഫ് വർത്ത് കുറയുമ്പോൾ അവളുടെ ഉള്ളിലെ വെളിച്ചം മങ്ങാൻ തുടങ്ങും. ചിരിക്കുമ്പോഴും ആ ചിരിയിൽ ഒരു ഭാരം കാണാം. കണ്ണുകൾക്ക് മുമ്പത്തെ പോലെ തിളക്കമുണ്ടാകില്ല. മുഖത്ത് ഒരു തളർന്ന നിശബ്ദത പതിയും. അതൊരു ദിവസത്തിൽ വന്ന മാറ്റമല്ല, ഓരോ ദിവസവും അവഗണിക്കപ്പെട്ട നിമിഷങ്ങളുടെ അടുക്കാണത്. അത് പ്രായം കൊണ്ടല്ല, വിലമതിക്കപ്പെടാതെ പോയ ജീവിതം കൊണ്ടാണ്. അതിനാൽ നിങ്ങളെ കാണാത്ത, നിങ്ങളെ വിലമതിക്കാത്ത ബന്ധങ്ങളിൽ നിന്ന് കുറഞ്ഞത് നിങ്ങൾ വിലമതിക്കാൻ പഠിക്കണം. കാരണം നിങ്ങളുടെ വില നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്, അത് മറ്റാരും നിർണയിക്കേണ്ടതല്ല. ഇനി അടുത്തത് ഭയത്തോടെ ജീവിക്കേണ്ട ബന്ധങ്ങളാണ്. ഒരു സ്ത്രീക്ക് സ്വന്തം വീട്ടിൽ തന്നെ, സ്വന്തം ആളുകളുടെ മുന്നിൽ തന്നെ പൂർണ്ണമായും അവളായിരിക്കാനാകാത്ത ഒരവസ്ഥ, അത് ഏറ്റവും വലിയ തടവാണ്. ചില ബന്ധങ്ങളിൽ ചില സ്ത്രീകൾ അവർ പറയുന്ന ഓരോ വാക്കും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർക്കിഷ്ടമാകുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് സംസാരിക്കാറുള്ളത്. വാക്കുകൾ തിരിഞ്ഞു പിടിച്ച് മാത്രം സംസാരിക്കും. അവർ നടക്കുമ്പോഴും തൻ്റെ സ്വാതന്ത്ര്യം ഒതുക്കി നടക്കും. അവൾ ചിരിക്കുമ്പോഴും ആ ചിരി പൂർണ്ണമായ സന്തോഷത്തിൻ്റെതാകില്ല,
ഒരാളുടെ പ്രതികരണം ഭയന്ന് ഒതുങ്ങിയ ചിരിയായിരിക്കും. കാരണം ഇത് പറഞ്ഞാൽ പ്രശ്നമാകുമോ, ഇത് ചെയ്താൽ ആരെങ്കിലും ദേഷ്യപ്പെടുമോ എന്നൊക്കെയുള്ള ഭയം എപ്പോഴും അവരുടെ ഉള്ളിൽ അതുണ്ടാകും. അങ്ങനെ അവൾ സ്വതന്ത്രമായി ജീവിക്കുന്നത് നിർത്തും, സ്വയം ഒതുങ്ങി ജീവിക്കാൻ പഠിക്കും. ആ ഭയം ഒരു ദിവസത്തിൽ പോകുന്ന ഒന്നല്ല. ഓരോ ദിവസവും അത് അവളുടെ മനസ്സിൽ അടിഞ്ഞുകൂടും. ശരീരം പോലും അറിയാതെ അവൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കും, എപ്പോഴും സ്ട്രെസ്സായി ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ അവളുടെ ഉള്ളിൽ ഒരിക്കലും ഒരു ശാന്തത വരികയില്ല. കണ്ണുകളിൽ ഒരു ജാഗ്രതയായിരിക്കും, മുഖം എപ്പോഴും വലിഞ്ഞു മുറുകിയതുപോലെ ആയിരിക്കും, ഒരിക്കലും പൂർണ്ണമായും റിലാക്സ് ആകാത്ത ഒരു എക്സ്പ്രഷൻ. അത് പ്രായം കൊണ്ടല്ല, ഭയത്തോടെ ജീവിച്ച ഒരു ജീവിതം കൊണ്ടാണ്. അതിനാൽ നിങ്ങൾക്ക് നിങ്ങളായിരിക്കാനാകാത്ത ഇടങ്ങളിൽ നിന്ന് കുറഞ്ഞത് നിങ്ങളുടെ മനസ്സിനെയെങ്കിലും സംരക്ഷിക്കാൻ പഠിക്കണം. കാരണം നിങ്ങൾക്ക് ഭയം തോന്നുന്ന ഇടം നിങ്ങളുടെ വീടായിരിക്കരുത് ഒരിക്കലും. അടുത്തത് ഒറ്റപ്പെടുത്തുന്ന ബന്ധങ്ങളാണ്. ഒരു സ്ത്രീക്ക് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒറ്റപ്പെടുത്തൽ എന്താണെന്നറിയാമോ? അവൾക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടെങ്കിലും അവളുടെ മനസ്സ് ഒറ്റയ്ക്കായി പോകുന്ന അവസ്ഥ. ചില ബന്ധങ്ങളിൽ അവൾക്ക് കൂടെ ഒരാളുണ്ട്, പക്ഷേ ആ ബന്ധത്തിൽ അവൾക്കൊരിക്കലും കൂടെ ഉണ്ട് എന്നൊരു ഫീൽ ഉണ്ടാകില്ല. അവൾക്ക് സംസാരിക്കാൻ ആളുകളുണ്ട്, പക്ഷേ മനസ്സ് തുറന്ന് പറയാൻ ഒരാളുമില്ല. അവൾക്ക് ചുറ്റും ആളുകളുണ്ടാകും, പക്ഷേ അവൾക്ക് താങ്ങായി നിൽക്കാൻ ഒരാളും ഉണ്ടാകില്ല. ഇങ്ങനെ ജീവിതം ഒഴുകിപ്പരക്കുമ്പോൾ അവൾ അവളുടെ ഉള്ളിലേക്ക് തന്നെ മടങ്ങും. സ്വന്തം വേദന, സ്വന്തം ഭയം, സ്വന്തം ആശങ്കകൾ എല്ലാം അവൾ ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പഠിക്കും. ഒരു സമയത്ത് അവൾക്ക് തന്നെ തോന്നും, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആരും അത് ശരിയായി മനസ്സിലാക്കില്ല. ആ ഒറ്റപ്പെടൽ അവളെ നിശബ്ദമായി അവളുടെ മനസ്സ് തകർക്കും, വളരെ നിശബ്ദമായി. പക്ഷേ ഉള്ളിൽ ഒരു മനുഷ്യനെ പതിയെ ശൂന്യമാക്കിക്കൊണ്ടായിരിക്കും അത് സംഭവിക്കുക. അങ്ങനെ അവളുടെ ഉള്ളിലെ ആ ശൂന്യത അവളുടെ മുഖത്തും കാണാൻ തുടങ്ങും. കണ്ണുകളിൽ ഒരു ശൂന്യമായ നോട്ടമുണ്ടാകും, മുഖത്ത് ഒരു ജീവനില്ലാത്തതുപോലെ ഒരു തളർച്ചയുണ്ടാകും. അത് പ്രായം കൊണ്ടല്ല, ഒറ്റപ്പെട്ട ജീവിതം കൊണ്ടാണ്. അത് പുറത്ത് വലിയ ശബ്ദമുണ്ടാക്കില്ല, പക്ഷെ ഉള്ളിൽ ഒരു മനുഷ്യനെ പതിയെ പതിയെ ശൂന്യമാക്കും. അതിനാൽ നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ബന്ധങ്ങളിൽ നിന്ന് കുറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെങ്കിലും കൂടെ ഉണ്ടാകാൻ പഠിക്കണം. കാരണം ലോകം മുഴുവൻ നിങ്ങളെ വിട്ടുപോയാലും നിങ്ങൾ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകരുത്. അടുത്തത് എപ്പോഴും തന്നെ തെളിയിക്കേണ്ടി വരുന്ന ബന്ധങ്ങളാണ്. ചില വീടുകളിലും ചില ബന്ധങ്ങളിലും അവൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും, അവൾ പറയുന്ന ഓരോ വാക്കിനും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ ഇതാണ് പറഞ്ഞത്, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചത് പോലുമില്ല. ഇങ്ങനെയൊക്കെ അവൾക്ക് വീണ്ടും 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 അവളെ പ്രൂവ് ചെയ്യേണ്ടി വരും. ഒരു ദിവസം അവൾക്ക് തന്നെ തോന്നും, ഞാൻ ഇത്രയും പ്രൂവ് ചെയ്യേണ്ടത് എന്തിനാണ്? പക്ഷേ അത് നിർത്താൻ അവൾക്ക് കഴിയില്ല. കാരണം അവൾക്ക് ഭയമാണ്. ഞാൻ മിണ്ടാതെ ഇരുന്നാൽ എന്നെ ആരും മനസ്സിലാക്കില്ല. അങ്ങനെ അവൾ തൻ്റെ എനർജി മുഴുവൻ സ്വയം തെളിയിക്കാൻ ഉപയോഗിക്കും. പക്ഷേ അങ്ങനെ അവൾക്ക് കിട്ടുന്നത് ഒരിക്കലും ഒരു ശാന്തിയല്ല, കൂടുതൽ ക്ഷീണം മാത്രമാണ്. അവൾ ഉള്ളിൽ തളരാൻ തുടങ്ങും. അവൾ ചിരിക്കുന്നുണ്ടാകും, പക്ഷേ ആ ചിരിക്ക് പിന്നിൽ ഒരു ടയേർഡ് സോൾ ഉണ്ടാകും. കണ്ണുകൾക്ക് ഒരു ഭാരമുണ്ടാകും, മുഖത്ത് ഒരു മടുത്തുപോയ നിശബ്ദതയുണ്ടാകും. അത് ഒരു ദിവസത്തെ ക്ഷീണമല്ല, അവൾ ഓരോ ദിവസവും തന്നെ തെളിയിക്കാൻ ചെലവഴിച്ച ജീവിതത്തിൻ്റെ അടയാളമാണ്. അത് പ്രായം കൊണ്ടല്ല, സ്വയം തെളിയിക്കാൻ ചെലവഴിച്ച ജീവിതം കൊണ്ടാണ്. അതിനാൽ നിങ്ങൾക്ക് നിങ്ങളെ വീണ്ടും തെളിയിക്കേണ്ടി വരുന്ന ബന്ധങ്ങളിൽ നിന്ന് കുറഞ്ഞത് നിങ്ങളെ നിങ്ങൾ അംഗീകരിക്കാൻ പഠിക്കണം. നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുമ്പോൾ ലോകത്തിൻ്റെ അംഗീകാരം അത്ര പ്രധാനമാകില്ല. അടുത്തത് മറക്കാൻ പോലും അനുവദിക്കാത്ത ബന്ധങ്ങളാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ചില വേദനകളുണ്ടാകും. അവൾ മറക്കാൻ ശ്രമിക്കുന്നവ, മറന്ന് മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നവ. പക്ഷേ ചില ബന്ധങ്ങൾ ആ വേദനകൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും. പഴയ തെറ്റുകൾ, പഴയ വാക്കുകൾ, പഴയ സംഭവങ്ങൾ എല്ലാം മറക്കാൻ പോകുമ്പോഴൊക്കെ വീണ്ടും അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. അങ്ങനെ അവൾക്കൊരിക്കലും പുതിയൊരു തുടക്കം കിട്ടുകയില്ല. അവൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കും, പക്ഷേ ഓരോ ചുവടിലും പഴയ വേദനകൾ അവളെ പിടിച്ചു നിർത്തും. ഒരു സമയം കഴിഞ്ഞാൽ അവൾ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും, ഞാൻ ഇതിൽ നിന്നൊന്നും പുറത്തു വരില്ല. ആ ഒരു ഫീലിങ്സ് ഒരു സ്ത്രീയുടെ ഉള്ളിലെ ശക്തി തന്നെ കുറയ്ക്കും. അവൾ ചിരിക്കുമ്പോഴും ആ ചിരിക്ക് പിന്നിൽ ഒരു മുറിവുണ്ടാകും.
കണ്ണുകളിൽ ഒരു ഭാരമുണ്ടാകും. മുഖത്ത് ഒരു പഴയ വേദനയുടെ അടയാളമുണ്ടാകും. അത് പ്രായത്തിൻ്റെ അടയാളമല്ല, പഴയ വേദനകളുടെ ഭാരമാണ്. അങ്ങനെ വിട്ടുകളയാൻ കഴിയാത്ത ഓർമ്മകൾ അവളുടെ മുഖത്ത് ചുളിവുകളായി പതിയാൻ തുടങ്ങും. നിങ്ങളെ വീണ്ടും വീണ്ടും പിന്നോട്ട് വലിക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് കുറഞ്ഞത് നിങ്ങളുടെ മനസ്സെങ്കിലും മുന്നോട്ട് നടക്കാൻ അനുവദിക്കണം. കാരണം നിങ്ങൾ കഴിഞ്ഞ കാലത്ത് കുടുങ്ങി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഭാവി നിങ്ങളെ കാത്തിരിക്കുകയില്ല ഒരിക്കലും. ഇനി അവസാനത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് അവനവനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ബന്ധങ്ങളാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന അവസ്ഥ എന്താണെന്നറിയാമോ? അവൾ ആരാണെന്ന് തന്നെയുള്ള ഒരു സത്യം അവൾ മറന്നു പോകുന്നതാണ്. ആദ്യം അവൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവൾ മാറ്റിവെക്കും, പിന്നീട് അവളുടെ സ്വപ്നങ്ങൾ മാറ്റിവെക്കും, പിന്നെ അവളുടെ ജീവിതം തന്നെ മാറ്റിവെക്കും. അങ്ങനെ മറ്റുള്ളവർക്കായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവൾ പതിയെ പതിയെ അവളെ തന്നെ നഷ്ടപ്പെടുത്തും. ഒരു സമയം കഴിഞ്ഞാൽ അവൾക്ക് തന്നെ തോന്നും, എനിക്കിഷ്ടമുള്ളത് എന്തായിരുന്നു, ഞാൻ ആരായിരുന്നു എന്നതുപോലും ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടാകും. അവൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് അവളെ തന്നെയല്ല, ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു വേർഷൻ മാത്രം. ഇത് ആ സ്ത്രീയുടെ ഉള്ളിൽ വലിയൊരു ശൂന്യത ഉണ്ടാക്കും. അവൾ ചിരിക്കുമ്പോഴും ആ ചിരി അവളുടേതല്ലെന്ന് അവൾക്കറിയാം. അവൾ ജീവിക്കുമ്പോഴും ആ ജീവിതം അവളുടേതല്ലെന്ന് അവൾക്ക് തോന്നും. അങ്ങനെ സ്വയം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ പതിയെ ഉള്ളിൽ തകർന്ന് പോയിക്കൊണ്ടിരിക്കും. ആ തകർച്ച അവളുടെ മുഖത്തും പ്രകടമാകാൻ തുടങ്ങും. കണ്ണുകളിൽ ഒരു ജീവൻ കുറയാൻ തുടങ്ങും. മുഖത്ത് ഒരു തിരിച്ചറിയാനാവാത്ത തളർച്ച വരും. അത് പ്രായം കൊണ്ടല്ല, സ്വയം നഷ്ടപ്പെട്ട ജീവിതം കൊണ്ടാണ്. അതിനാൽ നിങ്ങളായി നഷ്ടപ്പെടുത്തുന്ന ബന്ധങ്ങളിൽ നിന്ന് കുറഞ്ഞത് നിങ്ങളായി തിരികെ കണ്ടെത്താൻ പഠിക്കണം. കാരണം ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് നിങ്ങളെ തിരികെ കണ്ടെത്താൻ കഴിയണം. പക്ഷേ സ്വയം നിങ്ങളെ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ ആർക്കും കഴിയുകയില്ല. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ചുളിവുകൾ വീണ് ക്ഷീണിച്ച് തളർന്ന് ഒരു ജീവിതം അവസാനിപ്പിക്കാൻ ജനിച്ചവരല്ല നിങ്ങൾ ആരുടെയെങ്കിലും ജീവിതം നിറയ്ക്കാൻ മാത്രമുള്ള ആളുകളുമല്ല. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതമുണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്, ഒരു മൂല്യമുണ്ട്. ഏത് ബന്ധമായാലും എത്ര അടുത്ത് നിൽക്കുന്നവരായാലും നിങ്ങളായി ജീവിക്കാൻ അനുവദിക്കാത്തിടത്ത് നിങ്ങൾ അടിമയായി തുടരേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. ഒരിക്കലെങ്കിലും നിങ്ങളെ തിരഞ്ഞെടുത്തേ മതിയാകൂ. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, ഒരു വേദന ഉണ്ടല്ലോ, അത് നിങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതിന് മുൻപേ ഉണ്ടാകുന്ന ഒന്നാണ്. ഈ ലോകത്തിൽ എല്ലാം ഒരു വേദനയിൽ നിന്നാണ് പിറക്കുന്നത്. മണ്ണിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു വിത്ത് പൊട്ടിമുളയ്ക്കുമ്പോൾ അതൊരു വേദനയിലൂടെയാണ് ആ ഒരു സൃഷ്ടി ലോകത്തിലേക്ക് വരുന്നത്. ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത് സുഖത്തിൻ്റെ കഥയൊന്നുമല്ല, വേദനയുടെ വഴി കടന്നുള്ള ഒരു സൃഷ്ടിയാണത്. അങ്ങനെ തന്നെയാണ് ഒരു സ്ത്രീയുടെ ജീവിതവും. നിങ്ങളുടെ ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ അതൊരവസാനമല്ല, അതൊരു സൂചനയാണ്. ഒരു മാറ്റം അവിടെ ഉണ്ടാകുന്നു, ഒരു പരിണാമം അവിടെ ആരംഭിക്കുന്നു. ബെർണാഡ് ഷാ പറഞ്ഞതുപോലെ ജീവിക്കുക എന്നാൽ വേദനിക്കുക എന്നാണ്, അതിജീവിക്കുക എന്നാൽ ആ വേദനയിൽ ഒരർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വേദനകളെ നിങ്ങൾ ഭയക്കരുത്. ഇന്ന് കണ്ണാടിയിൽ നിങ്ങൾ കാണുന്ന ആ ചുളിവുകളും ആ തളർച്ചയും ആ ക്ഷീണവും ഇവയൊക്കെ ഒരു അവസാനമല്ല, ഒന്നിൻ്റെയും അവസാനമല്ല, ഒരു പുതിയ തുടക്കത്തിൻ്റെ മുൻപിലെ നിശബ്ദതയാണ്. നിങ്ങൾ വീണ്ടും നിങ്ങളായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുഖം മാറും, കണ്ണുകളിൽ വീണ്ടും ഒരു വെളിച്ചം വരും, മുഖത്ത് വീണ്ടും ഒരു ശാന്തത വരും. സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീ ഏത് പ്രായത്തിലും സുന്ദരിയാണ്. അതുകൊണ്ട് ജീവിക്കുക എന്നത് വേദനയില്ലാത്തൊരു ജീവിതം കണ്ടെത്തുക എന്നല്ല, ആ വേദനയിൽ നിങ്ങളുടെ അർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനിയൊരു തീരുമാനമെടുക്കുക, തളർന്ന് ജീവിക്കണോ അല്ലെങ്കിൽ ഉയർന്ന് തലയുയർത്തി ജീവിക്കണോ എന്ന്. കാരണം നിങ്ങളുടെ ജീവിതം ഇനിയും ബാക്കിയുണ്ട്, അത് ജീവിക്കാൻ ഇന്നും വൈകിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.